യെസ്, അങ്ങനെ വീണ്ടും പുതിയൊരു ദിവസം. ഞങ്ങള് ചുഷുൽ നിന്ന് ഹാൻലേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാൻലേയിലെ റൂം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ നമ്മൾ സ്റ്റേ ചെയ്തത് ഈ ബിൽഡിങ്ങിലാണ്. ഒരു ഭാര്യ ഭർത്താവ് നടത്തുന്ന അടിപൊളി ചെറിയൊരു സെറ്റപ്പ്, പക്ഷെ നല്ല മനുഷ്യര്. അപ്പോൾ ഹാൻലേയിൽ റൂം കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇവരുടെ കസിനെ തന്നെ വിളിച്ച് റൂം ബുക്ക് ചെയ്യിപ്പിച്ചു. പിന്നെ ഹാൻഡിലെ പോയിട്ട് റൂമിൽ സാധനങ്ങളൊക്കെ വെച്ച് ഉംലിംഗ്ല, യെസ്, വേൾഡ്സ് ഹയസ്റ്റ് മോട്ടറബിൾ പാസ്, അങ്ങോട്ട് പോകണം. അത് കഴിഞ്ഞ് തിരിച്ച് ഹാൻഡിലെ ഒന്ന് റെസ്റ്റ് എടുക്കുക. ഇതാണ് ഇന്നത്തെ നമ്മുടെ അജണ്ട. ഇത് ചൈനീസ് ബോർഡറാ ചുഷുൽ എന്ന് പറഞ്ഞത്. അത് കാരണം ഇവിടെ രാത്രി ബ്ലാക്ക് ഔട്ടാണ്. 11 മണിയാകുമ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ്ലി ഓഫ് ചെയ്യും. ഈ ഒരു ഏരിയയിൽ എവിടെയും വെട്ടം ഉണ്ടാവില്ല. പിന്നെ രാവിലെ 6 മണിക്ക് ശേഷമേ വെട്ടം വരത്തുള്ളൂ. ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എൻട്രി കൊടുത്തിട്ട് വേണം പോയി. ഞാൻ പോയി എൻട്രി കൊടുത്തിട്ട് വരാം. ഇവിടെ എല്ലാവരും ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മൾ എൻട്രി ചെയ്ത് ഏതെങ്കിലും ഒരാളുടെ ബൈക്ക് എൻട്രി ചെയ്താൽ മതി. എൻ്റെ ബൈക്ക് എൻട്രി ചെയ്ത് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമ്മൾ ലഡാക്കിൻ്റെ ട്രാവലിംഗ് പെർമിറ്റും കൂടി കാണിച്ചു കൊടുത്ത് അവർ പോകാൻ പറയും. ട്രാവലിംഗ് പെർമിറ്റ് ഇല്ലെങ്കിൽ പണിവാളും. ഇപ്പോൾ ഇതൊരു ചെറിയൊരു വില്ലേജാണ്, നല്ല അടിപൊളി വില്ലേജാണ്. കുറേ ടെമ്പിൾസ് ഒക്കെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു ടെമ്പിൾസ്. ഇതെന്തോന്നാണ്? ഇതാണ് വാർ മെമ്മോറിയൽ എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇവിടെ ഒരു വാർ മെമ്മോറിയൽ ഉണ്ട് ചുഷുലിൽ. എന്താന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഓഫ് ചുഷുൽ ഇതന്നെ വാർ മെമ്മോറിയലാണിത്. ഇവിടുത്തെ ഇവിടെ ആരും ഇല്ല കേട്ടോ, എല്ലാം ക്ലോസ്ഡാ. ഇത് ഭയങ്കര റിമോട്ടായിട്ടുള്ളൊരു വില്ലേജാ. വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഇവിടെ സ്റ്റേ ചെയ്യുന്നുള്ളൂ. 1962 ഇന്ത്യ ചൈന യുദ്ധം നടന്ന ഏറ്റവും നിർണായകമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ചുഷുൽ. അന്ന് വെറും 120 ഇന്ത്യൻ സൈനികരാണ് എണ്ണത്തിൽ പല മടങ്ങ് കൂടുതലായിരുന്ന ചൈനീസ് സൈനികരെ നേരിട്ടത്. അവരിൽ ഭൂരിഭാഗവും വീരമൃത്യു വരിച്ചെങ്കിലും അവസാന ശ്വാസം വരെ അവർ നടത്തിയ പോരാട്ടം ഇന്നും ഇന്ത്യൻ ആർമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വീരമായ അധ്യായങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. ഒടുവിൽ ചൈന ഏകപക്ഷീയമായി സീസ് ഫയർ പ്രഖ്യാപിച്ചതോടെയാണ് ആ യുദ്ധം അവസാനിച്ചത്. ഇനി കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ റസംഗ്ല വാർ മെമ്മോറിയൽ കാണും. ആ ധീരസൈനികരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച മെമ്മോറിയലാണത്. ഇതൊക്കെയായിരിക്കും ഇന്നും ഈ ബോർഡർ ഏരിയസിൽ രാത്രിയാകുമ്പോൾ സ്ട്രിക്ട് സെക്യൂരിറ്റിയും ബ്ലാക്ക് ഔട്ട് പോലെയുള്ള റെസ്ട്രിക്ഷൻസും എല്ലാം തുടരാനുള്ള പ്രധാന കാരണം. ഹാൻലെ ഇവിടുന്ന് 2.5 മണിക്കൂർ 111 കിലോമീറ്റർ ഉണ്ട് ഹാൻലയിലേക്ക്. ചെറിയ സ്ലിപ്പറി ഉണ്ട്. ഇതിൽ എണീച്ചൊന്ന് റൈഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി കംഫർട്ട്. വണ്ടിക്ക് കുറച്ചും കൂടി ഒരു ഗ്രിപ്പ് കിട്ടും നമ്മൾ എണീച്ചൊന്ന് റൈഡ് ചെയ്യുമ്പോൾ. ഇരുന്ന് റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ കല്ലൊക്കെ വരുമ്പോൾ നമ്മളൊരു ബാലൻസ് പോകുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഓഫ് റോഡിങ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നിൽക്കുക, വണ്ടി ഓടിക്കുക. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും രസമുള്ള പരിപാടി അത്. വരുന്ന വരവുണ്ടോ, പൊടി അടിച്ച് പറത്തി നമ്മളെ മൊത്തം കുളിപ്പിക്കും ഇപ്പോൾ പൊടിയിൽ. വണ്ടിയുടെ പൊടി അതിനും പോയിട്ടില്ല. ഇവിടെ റോഡ്, പുതിയ റോഡ് പണിയുന്നുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല തോന്നുന്നു കേട്ടോ. ശരിക്കും ഇവിടെ റോഡൊന്നുമില്ല. നമ്മളിങ്ങനെ പോയാൽ ഏതെങ്കിലും വണ്ടികളുടെ ട്രേസ് മാർക്കൊക്കെ ഉണ്ടല്ലോ, ടയർ മാർക്ക്, അതൊക്കെ നോക്കി പോവുകയാണ്. പിന്നെ ഫ്രണ്ടിൽ നിന്നൊക്കെ വേറെ വണ്ടികൾക്ക് വരുമ്പോൾ നമുക്കറിയാം ഓക്കെ ഇതാണ് റോഡ് എന്നുള്ളത്. അല്ലെങ്കിൽ ഇത് ഏകദേശം എല്ലാം ഒരേപോലെ ഉണ്ട്. ആ റോഡ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാവും. പക്ഷേ ഈ ലഡാക്ക് എന്ന് പറയുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, റൈഡിങ് എക്സ്പീരിയൻസ്, അത് മിസ്സാകും. കാരണം കുറേ സ്ഥലത്ത് ഈ ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്ന പോലെയൊന്നുമില്ല. ഇപ്പോൾ കാർത്തുങ്ക്ലാലേക്ക് വരുമ്പോൾ ഇപ്പോൾ റോഡ് അറ്റ് പ്രസന്റ് കുറച്ച് മോശമാണെങ്കിലും അത് ഓൾമോസ്റ്റ് എല്ലാം ടാർ ചെയ്ത് കഴിഞ്ഞു. ഇനിയൊരു 5-6 മാസം കൊണ്ട് ഇത് കംപ്ലീറ്റ്ലി നല്ല റോഡായി മാറും ഇവിടേക്ക്. അപ്പോൾ ട്രാവലിംഗ് കുറച്ചും കൂടി ഈസി ആവും. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ്, ബൈക്കിംഗ് എക്സ്പീരിയൻസ്, ഓഫ് റോഡിങ് അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റൊക്കെ കംപ്ലീറ്റ്ലി മാറും ഇവിടെ നിന്ന്. പിന്നെ ആ കൂടി ഇനി വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AMSന്റെ ഇഷ്യൂ, മൗണ്ടൻ സിക്നസ് മാത്രമേ ഒരു ഇഷ്യൂ ഉണ്ടാവുള്ളൂ. ബൈ റോഡ് എല്ലാം ഓക്കെ ആയിരിക്കും. ഇനി
ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് റസംഗല വാർ മെമ്മോറിയൽ. സമയക്കുറവുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല. പക്ഷേ ഡെഫിനറ്റ്ലി അടുത്ത തവണ വരുമ്പോൾ ഉറപ്പായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യും. വീണ്ടും ഒരു വാട്ടർ ക്രോസിംഗ്. കാണുന്ന പോലെ അത്ര സിമ്പിൾ അല്ല കേട്ടോ. രാഹുലും അനന്തൊക്കെ ഓൾറെഡി ക്രോസ് ചെയ്തുകൊണ്ട് തന്നെ അതിനകത്തൊരു കുഴിയുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. സോ രാഹുൽ അപ്പുറത്ത് നിന്നിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാണ്. ഇത് അബിയുടെ സ്ഥിരം പരിപാടി ആയതുകൊണ്ട് ബൈക്കിൽ നിന്ന് എങ്ങനെ സേഫ് ആയിട്ട് ചാടണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറ്റിയില്ല കേട്ടോ. അവനൊന്ന് ഉണക്കിയെടുത്തിട്ട് ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ കാണുന്നത് ടിബറ്റിയൻ വൈൽഡ് ഡോങ്കീസ് ആണ് കേട്ടോ. അതിനെ കിയാങ് എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ലഡാക്ക് ടിബറ്റ് മേഖലയിലാണ് കേട്ടോ ഇവയെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ജയറാമിന്റെ ബൈക്കിന് കുറച്ച് പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങി. രാവിലെ റൈഡ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരു 2-3 പ്രാവശ്യം ഓഫ് ആയിട്ടുണ്ട്. എങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ഇവിടം വരെ എത്തി. എന്നാൽ ഇപ്പൊ വീണ്ടും ബൈക്ക് ഓഫ് ആയിട്ട് അവൻ ബാക്കിൽ വെയിറ്റ് ചെയ്യാണ്. ജസ്റ്റ് ആക്സിലേറ്റർ കൊടുക്കണ്ട, സ്റ്റാർട്ട് ചെയ്യും. ഇല്ല, വെറുതെ നോക്കാം. തുറന്നു സത്യം ചെയ്തു. എവിടെ ഫോണിൽ തന്നെ கழட்டிடலாம். உள்ள டூல்ஸ் கிட்ட இருக்கா? இல்ல அதான் சார்.
കുറെ ശ്രമങ്ങൾക്ക് ശേഷം എങ്ങനെയൊക്കെ വണ്ടി സ്റ്റാർട്ടാക്കി. കുറച്ച് ദൂരം ഓടിച്ച് ഞങ്ങളിപ്പോൾ ലോമയിലെത്തി. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ വീണ്ടും പണി കിട്ടിട്ടോ. ബൈക്ക് ഇപ്പോൾ സ്റ്റാർട്ടാകുന്നതേ ഇല്ല. പഠിച്ച പണി 18 നോക്കിയിട്ടും വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. വേറൊരു ഓപ്ഷനും ഇല്ലാതായപ്പോൾ ഞങ്ങൾ ബൈക്ക് റെന്റിന് എന്ന ടീമിനെയൊക്കെ കോൺടാക്ട് ചെയ്തു. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. ഭാഗ്യത്തിന് വേറൊരു റൈഡിംഗ് ഗ്രൂപ്പ് അവിടെ എത്തി. അവരുടെ ബാക്കപ്പ് വാനിലുണ്ടായിരുന്ന ഒരു മെക്കാനിക്കാണ് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തത്. नाम क्या है भैया? सुखविंदर। सुखविंदर नक्की टैंक फुल है? हाँ फुल टैंक फुल। फुल टैंक फुल है। क्या चाहिए? क्या चाहिए? हिंदी क्या नाम है? പ്രശ്നം ഫ്യൂൽ പമ്പിലായിരുന്നു. അകത്ത് അഴുക്കടിഞ്ഞതുകൊണ്ടായിരുന്നു വണ്ടി ഇടയ്ക്കിടെ ഓഫായത്. ഫ്യൂൽ പമ്പ് മുഴുവനും അഴിച്ച് പെട്രോളിൽ ക്ലീൻ ചെയ്ത് വീണ്ടും ഫിറ്റ് ചെയ്തു. അതോടെ വണ്ടി റെഡിയായി. 4 മണിക്കൂറാണ് കേട്ടോ ഞങ്ങളിവിടെ പോസ്റ്റായത്. ഞങ്ങളിപ്പോൾ ഹാൻലേയിലേക്ക് പോവുകയാണ്. പക്ഷേ ഇനി എന്തായാലും ഇന്ന് ഉംലിംഗിൽ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഹാൻലേയിൽ എത്തുമ്പോഴേക്കും ഈവനിങ് ആവും. ഇന്നത്തെ പ്ലാൻ മുഴുവനായിട്ട് ചീറ്റിപ്പോയി. എന്തായാലും ഈ ട്രിപ്പ് തുടങ്ങിയത് മുതൽ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കും ഈ യാത്രയെ ജീവിതകാലം മുഴുവൻ ഓർക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റുന്നത്. ചുഷിൽ ഹോം സ്റ്റേയിൽ വെച്ച് നമ്മൾ മലപ്പുറംകാരനായ റാസിക്കിനെ പരിചയപ്പെട്ടിരുന്നു. ലോമയിൽ വണ്ടി റിപ്പയർ ചെയ്യുന്നിടയിൽ പുള്ളിയും അവിടെ എത്തി. അതുപോലെ പാങ്കോങ് ലേക്കിൽ വെച്ച് കോയമ്പത്തൂരുകാരനായ മുത്തുവിനെയും പരിചയപ്പെട്ടു. ഇപ്പോൾ റാസിക്കും മുത്തുവും എല്ലാം നമ്മുടെ കൂടെ തന്നെയാണ് റൈഡ് ചെയ്യുന്നത്. എല്ലാവരും ഒരുമിച്ചാണ് ഹാൻലേയിലേക്ക് പോകുന്നത്. മഞ്ഞുമല അല്ല, സോറി, മണ്ണുമല. മഞ്ഞുമല എന്നൊക്കെ പറയില്ല, അതേപോലെ മണ്ണുമലയാണ് കേട്ടോ. ഓ മൈ ഗോഡ്, ടേൺ ഭയങ്കര ഡെഡ്ലി ആയ ടേണായിരുന്നു. കഴിഞ്ഞു പോയി. ഇതാണ് മഞ്ഞല്ല, വീണ്ടും തെറ്റിപ്പോയി. മണ്ണുമല അടിപൊളിയായില്ലേ? കുറച്ച് വൈകുന്നേരം കഴിക്കാൻ ഫുള്ള് മഞ്ഞ് അല്ല മണ്ണ് മാറിപ്പോകുന്നു. മണ്ണ് മൊത്തം റോഡിലേക്ക് അടിച്ചു കയറുവേ. നല്ല രസമായിരിക്കും. ഫുള്ള് മണ്ണ് കാറ്റായിരിക്കും ഇവിടെയൊക്കെ. എന്താ വ്യൂ അല്ലേ? இல்ல தெரியாது, கால் பண்ண சொன்னேன் இங்க வந்துட்டு. സ്റ്റേ എങ്കിലും தெரியாது. ഇവിടെ വന്നിട്ട് കോൾ ചെയ്യാനാ പറഞ്ഞേ.
ഹാൻഡിലെത്തിയില്ലേ? ഇതല്ല ഹാൻഡിലെ? പത്മ നിങ്ങളെ അങ്ങോട്ട് തന്നെയല്ലേ? റൈറ്റ് തന്നെയല്ലേ? രാഹുൽ വേണ്ട ഇൻസൈഡ്. അങ്ങനെ നമ്മളിപ്പോൾ ഹാൻഡ്ലയിലെത്തി. ഞങ്ങളുടെ റൂം നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ റാസിക്കും മുത്തു ഒന്നും ഇതുവരെ റൂം ബുക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ആവുകയാണ്. അവർ റൂം അന്വേഷിക്കാൻ പോകുന്നു, നമ്മൾ നേരെ ഹോം സ്റ്റേയിലേക്ക്. ഞങ്ങളുടെ ഹോം സ്റ്റേ എടുത്തിരിക്കുന്നത് ഹാൻഡ്ലെ ഉംലിംഗ്ല റൂട്ടിൽ തന്നെയാണ്. നാളെ രാവിലെ നേരെ ഉംലിംഗ്ലയിലേക്ക് പോകാനാണ് പ്ലാൻ. ഇന്നത്തെ പ്ലാൻ ചീറ്റിപ്പോയിൽ എല്ലാവർക്കും ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷെ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നാണല്ലോ. അങ്ങനെ നമ്മളിപ്പോൾ റൂം എത്തി. ഉംലിംഗ്ലയിലേക്കുള്ള യാത്ര നാളെ രാവിലെ തുടരും. ഇന്നത്തെ ദിവസം സത്യത്തിൽ ഈ മുഴുവൻ ലഡാക്ക് ട്രിപ്പിലും ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ദിവസമാണ്. കാരണം ഇന്ന് നമ്മൾ പോകുന്നത് ഉംലിംഗ്ലയിലേക്കാണ്. ഹാൻലിയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഡിസ്റ്റൻസ് അതൊരു കാര്യമേ അല്ല, പക്ഷെ ഈ റോഡ് അതൊരു പ്രശ്നം തന്നെയാണ്. കൂടുതൽ സമയം നമുക്ക് ഉംലിംഗ്ലയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. സമ്മിറ്റ് എത്തി കുറച്ചു നേരം അവിടെ നിന്നിട്ട് പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങണം. കാരണം ഇന്ന് തന്നെ നമുക്ക് ലേ എത്തണം. ബൈക്സ് റെന്റിനെടുത്തപ്പോൾ അന്ന് പറഞ്ഞിരുന്നത് നോമയിൽ വെച്ച് ബൈക്സ് എക്സ്ചേഞ്ച് ചെയ്യാമെന്നായിരുന്നു. അവിടുന്ന് നേരെ മണാലിയിലേക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ബട്ട് ലാസ്റ്റ് മിനിറ്റ് അവർ പണി തന്നു. ബൈക്സ് ലേയിൽ എത്തിക്കാനാണ് അവരിപ്പോൾ പറയുന്നത്. ആകെ മൊത്തം ടൈറ്റ് ഷെഡ്യൂളായി. ആനന്ദും അഭിലാഷും ഇപ്പോഴും റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് അവരെ കോൺടാക്ട് ചെയ്യാനും പറ്റുന്നില്ല. അവരെ കുറച്ചേരം വെയിറ്റ് ചെയ്ത ശേഷമാണ് ഞങ്ങൾ റൈഡ് തുടങ്ങിയത്. I think this one. I'm not sure about it. So even you are not sure, yeah? Map plate is showing this way. Oh, Umlingla, right? We can wait for somebody. Yeah, that is why I stopped. No, I didn't put map. It is showing this way, but then I'm not sure. Because I saw few cars going this way. Well, most of the vehicles are going this way. That is why I was like, sir. ആ ജംഗ്ഷനിൽ വെച്ച് നമ്മൾ റൈറ്റ് ആണ് എടുത്തത്. മുന്നിൽ കുറച്ച് ടയർ മാർക്കുകൾ മാത്രമേ കാണുന്നുള്ളൂ. അതുതന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. താഴെ കാണുന്നത് നമ്മൾ കയറി വന്ന വഴിയാണ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ കെവലും രാഹുലും എത്തി. പക്ഷെ ആനന്ദും അഭിലാഷും ഇപ്പോഴും മിസ്സിംഗ് ആണ്. ഒരുപാട് ലേറ്റ് ആകുന്നതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. സത്യത്തിൽ ഈ റൂട്ട് കാണുമ്പോൾ റോഡൊന്നൊരു ഫീല് തന്നെ കിട്ടില്ല. മരുഭൂമിയിലൂടെ വാഹനങ്ങൾ പോയ പാടുകൾ മാത്രം. അതാണ് നമ്മുടെ വഴി. ഉംലിംഗ്ല റൂട്ടിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ അത് വേറെ ലെവല് തന്നെയായിരുന്നു.
ഫൈനലി നമ്മൾ വീണ്ടും മെയിൻ റോഡ് എത്തി. അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഇത്രയും ദൂരം വഴി തെറ്റിയാണ് വന്നിരുന്നതെന്ന്. ശരിക്കും ആ ഇടതുവശത്ത് കണ്ട റൂട്ടിലൂടെയാണ് നമ്മൾ വരേണ്ടിയിരുന്നത്. രാവിലെ നമ്മൾ ആ ജംഗ്ഷനിൽ നിന്ന് അറിയാതെ റൈറ്റ് എടുത്തുകൊണ്ട് ഒരുപാട് ചുറ്റിയാണ് നമ്മൾ ഇവിടെ എത്തിയത്. നിങ്ങൾക്ക് കാണുമ്പോൾ ഈ റോഡ് ഫ്ലാറ്റ് ആണെന്ന് തോന്നുമെങ്കിലും ശരിക്കും ബൈക്ക് നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് കയറുന്നത്. ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ മാത്രമേ പോകാൻ പറ്റുന്നുള്ളൂ. എൻജിൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് എനിക്ക് ബൈക്ക് ഓടിക്കുമ്പോൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാണുന്ന പോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂട്ടല്ല കേട്ടോ ഇത്. അങ്ങനെ ആ സ്വപ്നത്തെ തേടിയുള്ള യാത്ര അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. കഷ്ടപ്പെടാതെ ഒന്നും നേടാൻ പറ്റില്ല എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് ഈ റൂട്ടിൽ വന്നപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. ഞാനും എൻ്റെ ബൈക്കും രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് ഇട്ടാണ് ഞങ്ങൾ ഈ കയറ്റം കയറുന്നത്. ഫൈനലി നമ്മൾ ഉംലിംഗ്ല പാസ് എത്തിയിട്ടോ. ആ ദൂരത്ത് കാണുന്നതാണ് ഉംലിംഗ്ല പാസ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇമോഷണൽ മൊമെന്റ് ആണ്, അതേസമയം ഒരു പ്രൗഡ് മൊമെന്റ് കൂടിയാണ്. ഇത്രയും ദിവസങ്ങളായി നമ്മൾ സ്വപ്നം കണ്ടതും ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്തതും എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചതും ഈ ഒരു ഒറ്റ നിമിഷത്തിന് വേണ്ടിയാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. സത്യത്തിൽ എല്ലാവരുടെയും ഡ്രീം കം ട്രൂ മൊമെന്റ് ആണിത്. സോ ലെറ്റ് ദം എൻജോയ് ദിസ് മൊമെന്റ് ഫസ്റ്റ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ടേൺ വരുമ്പോൾ ഫോട്ടോസും വീഡിയോസും എടുക്കാം. ഉംലിംഗ്ല പാസ് ഉള്ളത് സീ ലെവലിൽ നിന്നും 19,024 ഫീറ്റ് ഉയരത്തിലാണ്. വേൾഡ്സ് ഹയസ്റ്റ് മോട്ടറബിൾ പാസ്. ഈ ഉയരത്തിൽ ഓക്സിജന്റെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അധിക സമയം നിൽക്കുന്നതും ശരീരത്തെ അൺനെസസറി ആയിട്ട് സ്ട്രെയിൻ ചെയ്യുന്നതും റിസ്ക് ആണ്. യെസ്, അങ്ങനെ ഞാനും എൻ്റെ KL09 ബൈക്കും ലോകത്തിന്റെ നെറുകയിലെത്തി. ഫൈനലി വി ബോത്ത് ഫുൾഫിൽഡ് അവർ ഡ്രീംസ്. റീൽസിലൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ പുഷപ്പ് ചെയ്യുന്നതും പലതരത്തിലുള്ള ചലഞ്ച് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പേഴ്സണലി ഞാൻ അത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇവിടെ നിങ്ങൾ ആരോടും ഒന്നും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ വരെ സുരക്ഷിതമായി എത്തിയത് തന്നെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. സോ ജസ്റ്റ് കം ഹിയർ, എൻജോയ് ദ മൊമെന്റ്, ഫീൽ പ്രൗഡ് ഓഫ് യുവർ സെൽഫ്, റെസ്പെക്ട് ദിസ് പ്ലേസ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി റിട്ടേൺ സേഫ്ലി. ഇതാണ് ദംചോക്കിലേക്കുള്ള റൂട്ട്, അതായത് ചൈന ബോർഡറിലേക്കുള്ള വഴി. പക്ഷെ നമ്മളിപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ, കാരണം അതിനുള്ള സമയമില്ല. സോ ഇനി നേരെ താഴേക്ക്. ഉംലിംഗ്ല കയറുന്നത് പോലെ തന്നെ ഇറങ്ങുന്നതും അത്ര എളുപ്പമായിരുന്നില്ല. കാരണം ഇറങ്ങുന്ന വഴിയിൽ നമുക്ക് കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയ സംഭവങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. ഈ കാണുന്നത് ഇസ്രായേലിൽ നിന്ന് വന്ന ഒരു റൈഡിംഗ് ടീമാണ്. അവരുടെ ബൈക്ക് പഞ്ചറായിട്ട് കിടക്കുകയാണ്. അവിടെ ദൂരെ കിടക്കുന്നത് നമ്മുടെ രാഹുലാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, താഴോട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. രാഹുലിനും കേവലിനും ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ബൈക്ക് സ്കിഡായതാണ്. ലക്കിലി രണ്ടുപേർക്കും ചെറിയ സ്ക്രാച്ചസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വെച്ച് തന്നെ ചെറിയ ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ആർമി ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് പ്രോപ്പറായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്ത് അവർ സേഫ് ആണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമാണ് നമ്മൾ താഴോട്ട് ഇറങ്ങിയത്. സത്യത്തിൽ അവർക്ക് വലിയ പരിക്കൊന്നും പറ്റാതിരുന്നതിന്റെ മെയിൻ റീസൺ അവർ പ്രോപ്പറായിട്ടുള്ള റൈഡിംഗ് ഗിയേഴ്സ് യൂസ് ചെയ്തത് കൊണ്ടാണ്. റൈഡ് ചെയ്യുമ്പോൾ ഒരിക്കലും റൈഡിംഗ് ഗിയേഴ്സ് കോംപ്രമൈസ് ചെയ്യരുത്. ഹെൽമെറ്റ്, ജാക്കറ്റ്, ഗ്ലൗസ്, സ്നീ ഗാർഡ്സ് ഇതൊന്നും സ്റ്റൈലിന് വേണ്ടിയല്ല, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കുക. ആർമി ക്യാമ്പ് എന്ന് റിട്ടേൺ വരുന്ന വഴിയാണ് നമ്മൾ ഇവരെ കണ്ടത്. ഇവരുടെ ബൈക്ക് പഞ്ചറായി ഇവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവരെ ഒഴിവാക്കിയിട്ട് പോകാനും തോന്നിയില്ല. കാരണം ഇന്നലെ ലോമയിൽ മണിക്കൂറോളം നമ്മളും ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയതാണ്. അവസാനം വേറൊരു റൈഡിംഗ് ടീം വന്നാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്.
അങ്ങനെ അവരുടെ ബൈക്കൊക്കെ നമ്മൾ തന്നെ ഫിക്സ് ആക്കി കേട്ടോ. ഇവിടെ ഒരു സ്പെഷ്യൽ മെൻഷൻ നമ്മൾ പ്രവീണിന് കൊടുത്തേ പറ്റൂ. കാരണം അവരുടെ ബൈക്ക് ശരിയാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഓടി നടന്നതും കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തതും പ്രവീൺ തന്നെയായിരുന്നു. അതുപോലെ ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ഞാൻ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ആ സമയത്ത് ക്യാമറ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഉള്ള ഒരു മൂഡിലല്ലായിരുന്നു ഞാൻ. എന്റെ മനസ്സിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രാഹുലിനെയും കെവലിനെയും എങ്ങനെയെങ്കിലും സേഫ് ആയിട്ട് താഴെ എത്തിക്കണം. ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെ മൂഡാകെ മാറി. കുംലിംഗ്ല റൈഡിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് പോയി. അതോടെ ഇന്നത്തെ മുഴുവൻ പ്ലാനും മാറി. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആനന്ദും അഭിലാഷും നമ്മൾ ഉംലിംഗ്ല എത്തുന്നതിന് മുമ്പേ സബ്മിറ്റ് കണ്ട് നേരെ യോമയിലേക്ക് പോയിരുന്നു. സോ നമ്മളും ഇവിടെ നിന്ന് നേരെ യോമയിലേക്ക്. ഇന്നിനി എന്തായാലും ലേയിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരോട് യോമയിൽ തന്നെ റൂം എടുക്കാൻ പറഞ്ഞു. ഗുഡ് മോർണിംഗ്. നമ്മുടെ ലഡാക്ക് ജേർണി ഒഫീഷ്യലി ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ യോമയിൽ നിന്ന് ലേയിലേക്കാണ് പോകുന്നത്. ആദ്യം റെന്റഡ് ബൈക്സ് റിട്ടേൺ ചെയ്യണം. രാഹുലും കെവലും ഇനി ഡൽഹിയിലേക്ക് ബൈക്കിൽ വരുന്നില്ല. അവരെ ലേ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തതിനു ശേഷമാണ് നമ്മുടെ റിട്ടേൺ ജേർണി തുടങ്ങുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു റൈഡ് വീഡിയോ ആയി മാത്രം കാണരുത്. ഈ യാത്രയിൽ ഞങ്ങൾ നേരിട്ട് കണ്ടതും അനുഭവിച്ചതുമായ ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ട്രാവൽ വീഡിയോയിൽ സാധാരണ എല്ലാവരും കാണിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസും ഹാപ്പി മൊമെന്റ്സും ഒക്കെ ആയിരിക്കും. പക്ഷേ യാത്രക്കിടയിൽ വരുന്ന പ്രശ്നങ്ങളും ടെൻഷനും അൺസർട്ടനിറ്റിയും ഒന്നും അധികം ആരും പറയാറില്ല. എന്തെങ്കിലും ഒരിക്കൽ എന്റെ വീഡിയോ കണ്ട് ആരെങ്കിലും ഇൻസ്പയർ ആയിട്ട് ഒരു യാത്ര ചെയ്യാൻ തീരുമാനിച്ചാൽ അവരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അറിയണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഞങ്ങളുടെ പ്ലാൻ ലേയിൽ ബൈക്ക് റിട്ടേൺ ചെയ്ത് അടുത്ത ദിവസം മണാലി വഴി ഡൽഹിയിലേക്ക് പോകാനായിരുന്നു. പക്ഷേ അപ്പോഴേക്കും മണാലി ഭാഗത്ത് ക്ലൗഡ് ബേസ്റ്റും ഫ്ലഡും കാരണം റോഡ് ക്ലോസ്ഡ് ആണെന്നുള്ള വാർത്ത വന്നു. എനിക്ക് അപ്പോൾ തന്നെ കാശ്മീർ വഴി പോകുന്നതാണ് സേഫ് എന്ന് തോന്നിയിരുന്നു. പക്ഷേ കൂടെ വന്നവർക്ക് എന്തായാലും മണാലി റൂട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് അവസാനം നമ്മൾ മണാലി റൂട്ടിലേക്ക് തന്നെ റൈഡ് തുടങ്ങി. പക്ഷേ ഏകദേശം 30 കിലോമീറ്റർ മാത്രമേ പോവേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്കും അഭിലാഷിന്റെ ബൈക്ക് ബ്രേക്ക് ഡൗൺ ആയി. അവിടെ നിന്ന് ആനന്ദും അഭിലാഷും ബൈക്കും ടോ ചെയ്ത് നേരെ റോയൽ എൻഫീൽഡിന്റെ സർവീസ് സ്റ്റേഷനിലേക്ക് പോയി. അവർ പറഞ്ഞത് ഒരു 3-4 മണിക്കൂറിനുള്ളിൽ ബൈക്ക് റെഡിയാകുമെന്നാണ്. അതിനുശേഷം മണാലി വഴി തന്നെ ഡൽഹിയിലേക്ക് പോകാനായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ അത്രയും സമയം വെയിറ്റ് ചെയ്താൽ നമ്മുടെ മൊത്തം പ്ലാനും തെറ്റും. ഡൽഹിയിൽ നിന്ന് റെന്റെടുത്ത ബൈക്ക് റിട്ടേൺ ചെയ്യാനുണ്ട്. റിട്ടേൺ ഫ്ലൈറ്റും ഡൽഹിയിൽ നിന്ന് തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മണാലി എന്നുള്ള റിസ്ക് എടുക്കാൻ ഞാൻ വീണ്ടും തയ്യാറായില്ല. അങ്ങനെ ഞാനും പ്രവീണും ജയറാമും നേരെ കാശ്മീർ റൂട്ട് വഴി ഡൽഹിയിലേക്കുള്ള യാത്ര തുടർന്നു. ബൈക്ക് റെഡിയായതിനു ശേഷം ലേയിൽ തന്നെ ബൈക്ക് പാഴ്സൽ ചെയ്ത് അവിടെ നിന്ന് തന്നെ ഫ്ലൈ ചെയ്യാൻ തീരുമാനിച്ച് ആനന്ദും അബിയും. ഡൽഹിയിൽ നിന്ന് 7 പേരായി തുടങ്ങിയ യാത്ര അവസാനം ഞങ്ങൾ 3 പേര് മാത്രമായി ചുരുങ്ങി. പക്ഷെ അവിടെയും യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. സോജില പാസ് കയറി ഏകദേശം 6 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ എൻ്റെ ബൈക്ക് പഞ്ചറായി. ഒരു മെക്കാനിക്കോ പഞ്ചർ ഷോപ്പോ ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ. ആർമി ക്യാമ്പിൽ പോയി ഹെൽപ്പ് ചോദിച്ചെങ്കിലും കാര്യമായ ഹെൽപ്പൊന്നും കിട്ടിയില്ല. അവസാനം ടയർ ഊരിയെടുത്ത് എങ്ങനെയൊക്കെയോ ദ്രാസ് വരെ എത്തിച്ച് പഞ്ചർ ഒട്ടിച്ചു. ടയർ പഞ്ചർ ഒട്ടിച്ച് തിരികെ എത്തിയപ്പോൾ ഏകദേശം രാത്രി 11 മണി കഴിഞ്ഞു. വൈകിട്ട് 6 മണിക്ക് സോജില കയറിയ ഞങ്ങൾ ആ പഞ്ചറും ശരിയാക്കി സോജില ഇറങ്ങുമ്പോൾ രാത്രി 12 മണി കഴിഞ്ഞു. ഏകദേശം 6 മണിക്കൂറോളം ആ കൊടും തണുപ്പിൽ നമ്മൾ സോജില പാസിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ബൈക്കും റെഡിയാക്കി കുറച്ചു നേരം റെസ്റ്റും എടുത്ത് ഉറക്കത്തോടും ക്ഷീണത്തോടും പോരാടി എങ്ങനെയൊക്കെയോ ശ്രീനഗർ എത്തി അന്നത്തെ റൈഡ് അവിടെ അവസാനിപ്പിച്ചു. അടുത്ത ദിവസം വീണ്ടും നോൺ സ്റ്റോപ്പ് റൈഡ്, ലക്ഷ്യം ഡൽഹി. ഈ യാത്രയിൽ കണ്ട കാഴ്ചകളേക്കാൾ ഞങ്ങൾ നേരിട്ട അനുഭവങ്ങളാണ് ജീവിതകാലം മുഴുവൻ ഓർമ്മയിൽ നിൽക്കുക. അവസാനം വരെ എൻ്റെ കൂടെ ഉറച്ചു നിന്ന പ്രവീണിനും ജയറാമിനും ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ ഈ യാത്ര പൂർത്തിയാക്കാൻ കഴിയാതെ തിരികെ പോകേണ്ടി വന്ന എല്ലാവരുടെയും വിഷമം ഞങ്ങളുടെയും കൂടിയായിരുന്നു. ഒരുപക്ഷെ അതായിരിക്കും ലഡാക്കിന്റെ തീരുമാനം. ഇനിയും ഒരിക്കൽ തിരിച്ചു വരണം, ബാക്കിയുള്ള സ്വപ്നങ്ങൾ പൂർത്തിയാക്കണം. ഒരു യാത്രയുടെ ഭംഗി എല്ലാം ഒറ്റ യാത്രയിൽ കണ്ടു തീർക്കുന്നതിലല്ല, വീണ്ടും തിരികെ വരാനുള്ള ഒരു കാരണം ബാക്കി വെക്കുന്നതിലാണ്. സോ വി വിൽ ബി ബാക്ക് ലഡാക്ക്, മറ്റൊരു യാത്രയുമായി, മറ്റൊരു സ്വപ്നവുമായി. Until then, it's me Jashim signing off. Thank you so much for traveling with us throughout this journey. യാത്രകൾ എന്നും കാഴ്ചകൾ കാണാനും സന്തോഷത്തോടെ അവസാനിപ്പിക്കാനും മാത്രമുള്ളതല്ല. അതിനിടയിൽ വരുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു യാത്ര ജീവിതകാലം മുഴുവൻ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനുഭവമായി മാറുന്നത്. വീണ്ടും കാണാം മറ്റൊരു വഴിയിൽ, മറ്റൊരു യാത്രയിൽ. അതുവരെ സ്വപ്നങ്ങളെ പിന്തുടരൂ, യാത്രകൾ തുടരും.